ഇതിൻ്റെ മേലെ വിസിറ്റ് ചെയ്യണമെന്ന് കുറേ നാളായി വിചാരിക്കുന്നു. അപ്പോൾ വിചാരിച്ചു ഇന്ന് എന്തായാലും പോയേക്കാമെന്ന്. ഇതിൻ്റെ താഴെ കൂടെയുള്ള ഈ അണ്ടർഗ്രൗണ്ടിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അതിനടുത്തേക്ക് എത്തും ഈ വഴി പോവുകയാണെങ്കിൽ. നമ്മളവിടെ ചെന്നിട്ടാണ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. ടിക്കറ്റ് ഉണ്ട്. എന്നിട്ടാണ് നമ്മൾ ഇതുവഴിയാണ് മേലോട്ട് കയറുന്നത്. മേലോട്ട് കയറാൻ അത്യാവശ്യം നല്ല കുറേ സ്റ്റെപ്പുകളുണ്ട്. പിന്നെ ഇതിനകത്ത് വീൽ ചെയർ ആക്സസും ഉണ്ട്. അപ്പം ലിഫ്റ്റ് എന്തായാലും കാണുമായിരിക്കും. പക്ഷെ നമുക്ക് നോർമലി അല്ലാത്ത ആൾക്കാർക്ക് സ്റ്റെപ്പ് വഴി വേണം പോകാനായിട്ട്. പിന്നെ ഇതിൻ്റെ മേലെ തന്നെ ഇരിക്കാനുള്ള ചെറിയൊരു സ്പേസാണ്. നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. പിന്നെ ഇവിടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എല്ലാ ലാംഗ്വേജിലും വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് കോയിൻ എടുക്കാം. അതല്ല എങ്കിൽ ഇതിൻ്റെ മേളിൽ തന്നെ ഒരു സുവനീർ ഷോപ്പ് ഉണ്ട്. അവിടെ അത്യാവശ്യം കുറേ സാധനങ്ങളൊക്കെ കിട്ടും. ഫ്രിഡ്ജ് മാഗ്നറ്റും അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. നമ്മൾ പിന്നെ ഇതിൻ്റെ ഒരു മിനിയേച്ചർ വെച്ചിട്ടുണ്ട്. ഹിസ്റ്ററിയും ഒക്കെ പ്ലേ ചെയ്യുന്നുണ്ട് ഇവിടെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ഇതിൻ്റെ മേളിലാണ് ഇതിൻ്റെ ടെറസ് വരുന്നത്. നമ്മൾ നേരെ അങ്ങോട്ട് പോയി. ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും ഇതിൻ്റെ മേളിൽ നിന്ന് തന്നെ കാണാം. ഇവിടെയുള്ള ആ ബിൽഡിങ്ങിനൊന്നും വലിയ ഹൈറ്റ് ഇല്ലാത്തത് കാരണം ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും മേളിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് അധികം നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഇതിൻ്റെ മേളിൽ വീൽ ചെയർ ആക്സസ് ഉണ്ട് കേട്ടോ. നമുക്കിത് വീൽ ചെയറിൽ ഇവിടെ വരാൻ പറ്റും. പക്ഷേ കാറ്റഗോംസിൻ്റെ അവിടെയൊന്നും വീൽ ചെയർ ആക്സസ് ഇല്ല. ഞാനിവിടെ പക്ഷേ വീൽ ചെയർ ആക്സസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഐഫിലും നന്നായിട്ട് കാണാൻ പറ്റും. ലാ ഡിഫൻസാണ് ഏറ്റവും കൂടുതൽ ഹൈറ്റുള്ള ബിൽഡിങ്സ് ഒക്കെ ഉള്ളത്. നമുക്കതും ഇവിടെ നിന്ന് നല്ല രീതിക്ക് തന്നെ കാണാം. പിന്നെ നമ്മൾ ഇതുവഴി താഴത്തോട്ട് ഇറങ്ങുക ചെയ്യുന്നത്. നേരെ ഇറങ്ങി ചെല്ലുന്നത് ഈ ഒരു ഷോപ്പിലേക്കാണ്. ഇവിടെ കുറേ സുവനീറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ബെഗത്തിൻ്റെ രീതിയിലുള്ള ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് ഫുൾ ഹിസ്റ്ററി ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ്സ് കൊണ്ട് അത് മൊത്തം കാണാൻ പറ്റും.